കഴിഞ്ഞ കുറെ ദിവസമായി കമ്മിക്കൂട്ടങ്ങൾ വന്ന് നിനക്ക് നാണമുണ്ടോടാ, നീ 1 രൂപ കൊടുത്തോ എന്ന ചോദ്യം ഉന്നയിച്ചത് കൊണ്ട് മാത്രം 1 ലക്ഷം രൂപ ഞങ്ങളും കൈമാറാൻ തീരുമാനിച്ചു. തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിരിക്കും. ഞങ്ങൾക്ക് നിലവിൽ പണം പിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപ്പിരിവിനോടാണ് എന്നതുകൊണ്ടാണ്. സേവാഭാരതിയെ പോലുള്ള സംഘടനകൾ നിശബ്ദമായി ചെയ്യുന്നതുകൊണ്ടും അവർ പരസ്യമായി പണം പിരിക്കാത്തതുകൊണ്ടുമാണ് അവരെ പരിഗണിക്കാത്തത്. അതേസമയം ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് അത് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ മുസ്ലിം ലീഗ് കൊടുക്കുന്നുണ്ട്, കൊടുത്ത ചരിത്രമുണ്ട്, കൊടുക്കുമെന്ന് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് ലീഗ് പണം പിരിക്കുന്നത് ഒരു പ്രത്യേക ആപ്പിലൂടെയാണ്. ആപ്പിൽ ആര് പണം നിക്ഷേപിച്ചാലും അപ്പോൾ തന്നെ കണക്കറിയാം. ഒരു ചില്ലിക്കാശിന്റെ പോലും കണക്ക് അവിടെ വരും. പണം അടയ്ക്കുന്നവന് താൻ കൊടുത്ത പണം അവിടെ റിഫ്ലക്ട് ചെയ്യും. എത്ര പണം ഇതുവരെ കിട്ടിയെന്നും അറിയാം. അതുകൊണ്ട് അത് കൈയിട്ട് വാരുമോ എന്ന് ഭയപ്പെടുകയേ വേണ്ട. ഫോർ വയനാട് എന്ന പേരിൽ മുസ്ലിം ലീഗ് ആരംഭിച്ചിരിക്കുന്ന ആപ്പ് സുതാര്യതയുടെ അടയാളമാണ് എന്ന് നടൻ ജോയി മാത്യുവിനെ പോലുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജോയി മാത്യുവും കൊടുത്തിട്ടുണ്ട് തന്നാൽ കഴിയുന്ന ഒരു തുക. ആ ഫണ്ടിലേക്കാണ് ഞങ്ങളും 1 ലക്ഷം രൂപ കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങൾ കൊടുത്തത് ആപ്പ് വഴിയല്ല, നേരിട്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്കാണ്. ഡോക്ടർ മുനീറിനെ വിളിച്ച് അക്കൗണ്ട് നമ്പർ എടുത്ത് ആ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്തു എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെയാണ് കൂടുതൽ വിശ്വാസം എന്നതുകൊണ്ടും ആ പണത്തിൽ 1 രൂപ പോലും ആരും അടിച്ചു മാറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഈ 1 ലക്ഷം രൂപ ലീഗിന് കൊടുത്തത്. ദുരിതബാധിതരെ സഹായിക്കാൻ ലീഗ് എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഞങ്ങൾക്കതിൽ വിശ്വാസമാണ്. ലീഗും പറഞ്ഞിട്ടുണ്ട് 100 വീട് വെച്ച് കൊടുക്കുമെന്ന്. വീട് വെച്ച് കൊടുക്കാനാണെങ്കിലും ആശുപത്രി ഉണ്ടാക്കാനാണെങ്കിലും അതല്ല ലംസം ഗ്രാന്റ് കൊടുക്കാനാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ 1 ലക്ഷം രൂപ കൊടുത്തത്. ഇത് മറുനാടന്റെ താൽക്കാലികമായ പിന്തുണ മാത്രമാണ്. മറുനാടൻ പ്രേക്ഷകരെ മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ട് വയനാടിന് എന്താണോ ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പിന്നീട് രംഗത്ത്